നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ ഫയലുകൾ, PDF ഫയലുകൾ, മറ്റു ഫയലുകളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്, ക്രോപ്പ് ചെയ്യാറുണ്ട്, കട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിന് മോഡിഫൈ വരുത്താറുണ്ട്, എഫക്റ്റുകൾ കൊടുത്ത് ഭംഗിയാക്കാറുണ്ട്. അതിനൊക്കെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാറാണ് പതിവ്. എന്നാൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്കിത് ഉപകരിക്കാതിരിക്കില്ല. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ 123 ആപ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. ഇങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ വെബ് ആപ്സ് ബൈ 123 ആപ്സ് എന്ന ഒരു ഓപ്ഷൻ, ഒരു സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഓപ്പൺ ആകും. ഇതിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ടൂൾസിൽ തന്നെ ട്രിം ചെയ്യാനുള്ളത്, ക്രോപ്പ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ റൊട്ടേറ്റ്, ഫ്ലിപ്പ്, ചേഞ്ച് റെസൊല്യൂഷൻ, അതുപോലെ തന്നെ ലൂപ്പ്, അതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് വോളിയം, ചേഞ്ച് സ്പീഡ്, എല്ലാ കാര്യങ്ങളും വീഡിയോസിന് എന്തൊക്കെ നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഓഡിയോസ് ടൂൾസിൽ ഇവിടെ ട്രിം, അതുപോലെ തന്നെ ചേഞ്ച് വോളിയം, ചേഞ്ച് സ്പീഡ്, ചേഞ്ച് പിച്ച്, അതുപോലെ തന്നെ എക്വലൈസർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ PDF ടൂൾസ്, ഒരുപാട് ടൂൾസുകൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ക്രോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വീഡിയോ ക്രോപ്പ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ഓപ്പൺ ഫയൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽസിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ നിന്നും ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ഇവിടെ അപ്ലോഡായി വരുന്നുണ്ട്, അപ്ലോഡായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗം മാത്രം ഇതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്യാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാനും കുറക്കാനുമുള്ള ഓപ്ഷൻസുകൾ ഇവിടെയുണ്ട്. അതിനുശേഷം ഇവിടെ സേവ് എന്ന ഭാഗം, നിങ്ങൾക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. സേവ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ അതിൻ്റെ കൗണ്ടിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ, വളരെ സ്പീഡായിട്ട് തന്നെ ഇവിടെ അത് സേവ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സേവ് എന്ന ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന ഭാഗം കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഡൗൺലോഡായി നമ്മുടെ ഗാലറിയിൽ വരുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡായി ഗാലറിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഗാലറിയിൽ വന്ന ആ ഒരു ഭാഗം, ഞാൻ നേരത്തെ ക്രോപ്പ് ചെയ്ത ഭാഗം, വെറും നദി മാത്രമാണ് ഞാൻ എടുത്തത്. അതിവിടെ കാണുന്നുണ്ട്. നേരത്തെ ഞാൻ എടുത്തത് ഈ വീഡിയോ ആയിരുന്നു. ഇതിൽ നദിയും കരയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വെറും നദി മാത്രമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് വീഡിയോസും ഫോട്ടോസും PDF ഫയലും ഏതുമാകട്ടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു സെഗ്മെൻറ്റിൽ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.